ലെബനോനിൽ ഇസ്രയേൽ സൈന്യം വീണ്ടും ആക്രമണം നടത്തി. ലെബനോനിൽ വെടിനിർത്തൽ ഇല്ലെന്ന് ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സമീർ പറയുന്നു. എന്റെ BP എന്തൊക്കെയാ നടക്കുന്നത്? ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുകൂട്ടരെയും വിളിച്ച് ചർച്ച നടത്തി ഇസ്രായേലും ലെബനോനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അവർ പറയുന്നത് വെടിനിർത്തലൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൽ സമീർ, അദ്ദേഹം ഇസ്രായേലിന്റെ സൈനിക മേധാവിയാണ്. അദ്ദേഹം തെക്കൻ ലെബനനിൽ അവിടുത്തെ സൈന്യം യുദ്ധം നടത്തുന്ന സ്ഥലത്ത് പോയിട്ടാണ് പ്രഖ്യാപിച്ചത് ഒരു വെടിനിർത്തലില്ല, നിങ്ങൾ കയറി അറ്റാക്ക് ചെയ്തോളൂ. അങ്ങനെ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനോനിലെ സുന്ദരമായ താഴ്വരകളിലൊക്കെ വലിയ ആക്രമണം നടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിനിടയിൽ നേരത്തെ ചോദിച്ച പോലെ ഈ ഒപെക് രാജ്യങ്ങളിൽ നിന്ന് UAE നാളെ മുതൽ പിന്മാറുകയാണ്. അത് വല്ലാത്ത ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു സാധ്യതയുള്ളൂ, ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട് UAE-യുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂടുതൽ എണ്ണ കിട്ടും, അവർ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. എണ്ണ വില താഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് നല്ല വാർത്തയാണ്. പക്ഷെ ഒപ്പക്കിന് അത് വലിയ ക്ഷീണമാണ്. സൗദിയോട് ചർച്ച ചെയ്യാതെയാണ് അവർ തീരുമാനമെടുത്തത്. സൗദിയും UAE-യും തമ്മിലൊരു ഭിന്നത നിലനിൽക്കുന്നുവെന്നാണ് വ്യക്തമാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാണുന്ന ഒപ്പം ഒരു കാര്യം കൂടി ഉള്ളത്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ത്യക്ക് അല്പം ക്ഷീണമുണ്ട് പാകിസ്ഥാൻ കയറി ഒരുപാട് ഇടപെടുന്നതിൽ. അതുകൊണ്ട് ഇന്ത്യ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.